ഇനി ആലത്തൂരിലേക്ക് പോകുന്നു. എസ് ശ്യാംകുമാർ അവിടെ നിന്നും ചെയ്തതും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്യാംകുമാർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആലത്തൂർ ഒരു ഇടത് കോട്ടയായി അറിയപ്പെടുന്ന മണ്ഡലമാണ്. പക്ഷേ അവിടെയാണ് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടുംപാടി ജയിച്ചു കയറിയത്. ഇത്തവണ അത് തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് LDF ക്യാമ്പ് ഈ അവസാന ഘട്ടത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് മത്സരച്ചൂട് അവിടെ? ഇന്നത്തെ റോഡ് ഷോകൾ എങ്ങനെ? ഇന്നത്തെ പ്ലാനുകൾ എങ്ങനെ? പ്രജിൻ, തീർച്ചയായും ഈ മണ്ഡലം തിരിച്ചുപിടിക്കും, വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ പ്രചരണ രംഗത്ത് പോലും LDFന് ആ മേൽക്കൈ ഉണ്ടായിരുന്നു. പിന്നീട് വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് കണ്ടത്. ഒപ്പത്തിനൊപ്പം എന്ന് പറയാവുന്ന രീതിയിലുള്ള പോരാട്ടം. അത് ഈ അവസാന ദിവസം വരെ മൂന്ന് മുന്നണികളും കൊണ്ടുപോവുകയും ചെയ്തു. LDFും UDFും വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള പ്രചരണം ഇന്ന് അവസാന ദിവസത്തേക്ക് എത്തുമ്പോൾ, കഴിഞ്ഞ വർഷം ചില ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും മൂന്ന് നിയോജക മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് കലാശക്കൊട്ട് നടത്തുന്നത്. എല്ലാവരുടെയും പ്രചരണം ആരംഭിക്കുന്നത് ചിറ്റൂരിൽ നിന്നാണ്. ചിറ്റൂരിൽ നിന്ന് തുടങ്ങിയ ശേഷം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് LDF സ്ഥാനാർത്ഥി രാധാകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുക. നിലവിലെ MP രമ്യ ഹരിദാസിൻ്റെത് അത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി മണ്ഡലത്തിൽ അവസാനിക്കും. BJPയുടേത് നെന്മാറ മണ്ഡലത്തിലാണ് ഇന്ന് അവസാന കലാശക്കൊട്ട് നടക്കുക. ഏതായാലും മണ്ഡലം പിടിച്ചെടുക്കാൻ LDFും മണ്ഡലം നിലനിർത്താൻ UDFും എന്നുള്ളതാണ് ആലത്തൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ട ചിത്രം. ഏതായാലും സ്ത്രീ വോട്ടുകളിലാണ് UDF പ്രതീക്ഷ വെക്കുന്നത്. കഴിഞ്ഞ വർഷം തങ്ങളെ വിട്ടുപോയ വോട്ടുകൾ ഉൾപ്പെടെ പൂർണ്ണമായും തിരിച്ചുവരും എന്ന പ്രതീക്ഷ LDF വെക്കുന്നു. 2 ലക്ഷം വോട്ടിലധികം ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊരു കണക്ക് കൂടി LDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ജയിക്കും എന്നുറപ്പിച്ച് തന്നെ മുന്നണികൾ പൊടിപാറുന്ന പോരാട്ടമാണ് മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. ചൂടൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വലിയ പ്രചരണം നടത്തി. ഈ അവസാന ദിവസം ഇന്ന് വലിയ പ്രചരണം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുവേണ്ടി തെലങ്കാന ഉപമുഖ്യമന്ത്രിയാണ് കോൺഗ്രസ് ഇന്ന് രംഗത്ത് ഇറക്കുന്നത്. LDFിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശം നടത്താനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അങ്ങനെ പൊടിപൂരമായിരിക്കും ഇന്നത്തെ കൊട്ടിക്കലാശം എന്നുള്ളത് ഉറപ്പാണ്. വലിയ വോട്ട് ബാങ്ക് തൃശ്ശൂർ മുതൽ ഏകദേശം തമിഴ്നാട് അതിർത്തി വരെ കിടക്കുന്ന ഒരു മണ്ഡലം, അതിൻ്റെ വോട്ട് ബാങ്കിൽ കൂടുതലും സ്ത്രീകളുള്ള മണ്ഡലം, അങ്ങനെ സ്ത്രീകളുടെ മനസ്സ് നിർണായകമാകുന്ന മണ്ഡലം. കഴിഞ്ഞ തവണ രമ്യയ്ക്ക് അനുകൂലമായി പോയ സ്ത്രീ വോട്ടുകൾ ഇത്തവണ തിരിച്ച് ഇടതുമുന്നണിയിലേക്ക് വരുമോ? ഇടത് കോട്ടയാണ് ആലത്തൂർ എന്ന് അവർ അവകാശപ്പെടുന്നത്. ആ കോട്ട ഇത്തവണ തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് LDF ക്യാമ്പ് ആകെ ചർച്ച ചെയ്യുന്നത്. കോട്ട നിലനിർത്തും, ആ കോട്ട നിലനിർത്തി തന്നെ രണ്ടാം ഘട്ടവും തുടരും എന്നുള്ളതാണ് UDFിൻ്റെയും രമ്യയുടെയും പ്രഖ്യാപനം. പരമാവധി വോട്ടുകൾ സമാഹരിക്കുക, മോദിക്ക് വേണ്ടി വിജയിക്കുക എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി പറയുന്നത്. ഏതായാലും അവസാന ദിവസം ഇന്ന് വലിയ പോരാട്ടം നടക്കും. എല്ലാ ഭാഗത്തും കൊട്ടിക്കലാശമുണ്ടാകും. കേന്ദ്രീകൃത കൊട്ടിക്കലാശത്തിന് പകരം ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശത്തിനാണ് ആലത്തൂർ സാക്ഷ്യം വഹിക്കുക. ശരി, എസ് ശ്യാംകുമാറാണ് ആലത്തൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.